യശസ്വി ജയ്സ്വാൾ മറ്റൊരു തകർപ്പൻ സെഞ്ചുറിയോടെ ഇന്ത്യയെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഏതാണ്ട് 3-4 വർഷം മുമ്പ് പാനിപ്പുരി വിറ്റു നടന്നിരുന്ന ഈ ചെറുപ്പക്കാരന്റെ വീഡിയോയും സ്റ്റോറിയും ഒക്കെ വൈറലായിരുന്നു. അന്ന് പാനിപ്പുരി വിറ്റു നടന്നിരുന്ന ഈ പയ്യൻ യശസ്വി ജയ്സ്വാൾ ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സൂപ്പർ താരം താൻ തന്നെയാണെന്ന്, ഭാവി സൂപ്പർ താരം താൻ തന്നെയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ യശസ്സിനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് യശസ്വി ജയ്സ്വാൾ. ഫീറ്റ് ഓൺ ദി ഗ്രൗണ്ട്, ഐസ് ഓൺ ദ സ്കൈ, ദ റൈസ് ആൻഡ് ദ റൈസ് ഓഫ് യശസ്വി ജയ്സ്വാൾ, സിറ്റ് ബാക്ക് ആൻഡ് അഡ്മയർ. 2001 ശേഷം കഴിഞ്ഞ 23 വർഷങ്ങളിൽ ഓസീസ് മണ്ണിൽ സിക്സറോടെ സെഞ്ചുറി പൂർത്തിയാക്കിയ 3 പേർ മാത്രമേ ഉള്ളൂ. അതിലൊരാൾ മുൻ ഇന്ത്യൻ കോച്ചായ രാഹുൽ ദ്രാവിഡാണ്. അപൂർവമായി മാത്രം ഇങ്ങനെ സിക്സർ അടിച്ചുകൊണ്ട് മാസ് കാണിക്കാറുള്ള ദ്രാവിഡ് 2003 അഡലേഡിലായിരുന്നു സിക്സറോടെ സെഞ്ചുറി പൂർത്തിയാക്കിയത്. മറ്റൊരാൾ സാക്ഷാൽ ക്രിസ്റ്റഫർ ഹെൻറി ഗെയിലാണ് സ്വാഭാവികം. 2009 വാക്കയിൽ വെച്ചായിരുന്നു ഗെയിൽ സെഞ്ചുറി സിക്സറോടെ കുറിച്ചത്. മൂന്നാമതായി ഇതാ യശസ്വി ജയ്സ്വാൾ, കഴിഞ്ഞ വർഷം മാത്രം ടീമിൽ അരങ്ങേറിയ താരം. കഴിഞ്ഞ ദിനം ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പേസർമാരിൽ ഒരാളായ മിച്ചൽ സ്റ്റാർക്കിനോട് തനിക്ക് വേഗം അത്രയൊന്നും പോരടോ എന്ന് ആത്മവിശ്വാസത്തോടെ സ്ലഡ്ജ് ചെയ്ത ആ താരം ഇന്നിതാ അതേ ഗട്സോടെ സിക്സർ അടിച്ചുകൊണ്ട് സെഞ്ചുറി കുറിക്കുകയായിരുന്നു. യശസ്വി ജയ്സ്വാൾ, ദ ഫ്യൂച്ചർ ഹാസ് സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യൻ ക്രിക്കറ്റ്. ഓസ്ട്രേലിയക്കെതിരായ 1ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യൻ ഇന്നിംഗ്സിനെ താങ്ങി നിർത്തിയത് യശസ്വി ജയ്സ്വാൾ അടിച്ച ഈയൊരു സെഞ്ചുറിയോട് കൂടിയാണ്. പെർത്ത് ടെസ്റ്റിന്റെ 3ാം ദിനമാണ് ഇന്ത്യൻ ഓപ്പണറായ ജയ്സ്വാൾ സെഞ്ചുറി അടിച്ചത്. 205 പന്തിൽ നിന്നാണ് അദ്ദേഹം സെഞ്ചുറി കണ്ടെത്തിയത്. 62ാമത്തെ ഓവറിൽ ജോയ്സ് ഹേസിൽവുഡിനെ സിക്സർ അടിച്ചുകൊണ്ടാണ് ജയ്സ്വാൾ 3 അക്കം തികച്ചത്. ഓസീസ് മണ്ണിൽ തന്റെ ആദ്യ ടെസ്റ്റ് സെഞ്ചുറിയാണ് ജയ്സ്വാൾ ഇതിനകം തന്നെ അടിച്ചെടുത്തിട്ടുള്ളത്. 22കാരനായ യുവതാരം അദ്ദേഹത്തിന്റെ 4ാമത്തെ ടെസ്റ്റ് സെഞ്ചുറി, അതും മൈറ്റി ഓസീസിനെതിരെ. ബോർഡർ ഗവാസ്കർ ട്രോഫി ആരംഭിക്കുന്നതിന് മുമ്പ് ഓസീസ് ടീം നായകനായ പാറ്റ് കമ്മിൻസ് പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു: ഞങ്ങൾ ഏറ്റവും ഭയക്കുന്ന ഇന്ത്യൻ താരങ്ങളിൽ ഒരാൾ യശസ്വി ജയ്സ്വാൾ ആണെന്നായിരുന്നു ആ സമയത്ത് ഓസീസ് നായകനായ പാറ്റ് കമ്മിൻസിന്റെ വാക്കുകൾ. ആ ഭയം അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് തെളിയിക്കുന്നതായിരുന്നു കമ്മിൻസും ഹാസിൽവുഡും സ്റ്റാർക്കും ഒക്കെ അണിനിരുന്ന ഓസീസ് പേസ് ത്രയത്തെ അസ്തപ്രജ്ഞനാക്കിക്കൊണ്ട് ജയ്സ്വാൾ അടിച്ചെടുത്ത ഈ ഒരു സെഞ്ചുറി. അതും പെർത്തിൽ സിക്സറോടെ സെഞ്ചുറി പൂർത്തിയാക്കിയ ആ ഒരു ചങ്കൂറ്റമാണ്, ആ ഒരു ഡെയർനെസ് ആണ് എടുത്തു പറയേണ്ടത്. ഇതിനകം തന്നെ 3 ഫോർമാറ്റിലും ഇന്ത്യക്ക് വിശ്വസിക്കാവുന്ന ഇതിഹാസ താരമായി ജയ്സ്വാൾ ഇതിനോടകം തന്നെ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. പ്രായം 22 മാത്രമാണ് ജയ്സ്വാളിന് നേരത്തെ പറഞ്ഞതുപോലെ വളർച്ചയുടെ തുടക്കഘട്ടമാണ്. പക്ഷേ ആ ബാറ്റിൽ നിന്നും പ്രവഹിക്കുന്നത് റൺസുകളുടെ ചാകരയാണ്. ആ ബാറ്റിന്റെ ചൂട് നമുക്കറിയാം. ഇന്ത്യൻ പര്യടനത്തിന് മുമ്പ് കഴിഞ്ഞ വർഷം വന്ന ഇംഗ്ലീഷ് സംഘം അനുഭവിച്ചത് നമ്മൾ കണ്ടതാണ്. ജെയിംസ് ആൻഡേഴ്സൺ എന്ന ഇതിഹാസ ബോളറെ ഹാട്രിക് സിക്സറിന് തൂക്കിക്കൊണ്ട് ജയ്സ്വാൾ നമ്മെ വിസ്മയിപ്പിച്ചത് ആ സമയത്ത് ആ സീരീസിൽ നമ്മൾ കണ്ടതാണ്. ആ പരമ്പരയിൽ 700-ലേറെ റൺസ് അടിച്ചുകൊണ്ട് ജയ്സ്വാൾ പുതിയ ചരിത്രം കുറിച്ചത് നമ്മൾ കണ്ടതാണ്. 30-നടുത്ത് സിക്സറുകൾ ആ പരമ്പരയിൽ തൂക്കിക്കൊണ്ട് മറ്റൊരു റെക്കോർഡ് അദ്ദേഹം ഇട്ടതും നമ്മൾ കണ്ടതാണ്. അത്ഭുതകരമായ ഇന്നിംഗ്സുകൾ കൊണ്ടും പക്വതയാർന്ന ബാറ്റിംഗ് കൊണ്ടും എല്ലാവരുടെയും പേടി സ്വപ്നമായി ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ തന്നെ ജയ്സ്വാളിന് മാറാൻ സാധിച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് കൃത്യമായും മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ബാറ്റ്സ്മാൻമാരുടെ പേടി സ്വപ്നമായ പെർത്തിലെ ജയ്സ്വാളിന്റെ സെഞ്ചുറി എന്നെന്നും നമ്മുടെ മനസ്സിൽ ഓർമ്മിക്കപ്പെടുമെന്ന് ഉറപ്പാണ്. ഓസീസിൽ കന്നി ടെസ്റ്റ് പരമ്പരയിൽ തന്നെ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ 2ാമത്തെ താരമായി ജയ്സ്വാൾ ഈ സെഞ്ചുറിയോടെ മാറിയിരിക്കുകയാണ്. 18ാമത്തെ വയസ്സിൽ സാക്ഷാൽ സച്ചിൻ രമേശ് ടെണ്ടുൽക്കർ പെർത്തിൽ ഇതുപോലെ സെഞ്ചുറി നേടിയിരുന്നു. 23കാരനായ വിരാട് കോഹ്ലി അഡലേഡിൽ ഇങ്ങനെ സെഞ്ചുറി പ്രകടനം നടത്തിയിരുന്നു. ഇപ്പോഴിതാ 22ാമത്തെ വയസ്സിൽ ജയ്സ്വാൾ പെർത്തിൽ അത്ഭുതം സൃഷ്ടിച്ചിരിക്കുകയാണ്. 22 വയസ്സിനുള്ളിൽ 4 ടെസ്റ്റ് സെഞ്ചുറികൾ ഇതിനകം അദ്ദേഹം നേടിക്കഴിഞ്ഞു. ഇന്ത്യയിൽ 2 സെഞ്ചുറിയും ഓസ്ട്രേലിയയിൽ 1 സെഞ്ചുറിയും വെസ്റ്റ് ഇൻഡീസിൽ 1 സെഞ്ചുറിയുമാണ് ജയ്സ്വാൾ ഇതിനകം തന്നെ നേടിയിട്ടുള്ളത്. ഈ കുറഞ്ഞ വയസ്സിനുള്ളിൽ തന്നെ ആക്രമിച്ച് കളിക്കാനും നിലയുറപ്പിച്ച് കളിക്കാനും കഴിവുള്ള ജയ്സ്വാൾ ഓസീസ് ബോളർമാരെ ക്ഷമയോടുകൂടി നേരിട്ടുകൊണ്ടാണ് റൺസ് ഉയർത്തിയത്. മോശം പന്തുകളെ തിരഞ്ഞിട്ട് ആക്രമിച്ച ജയ്സ്വാൾ നിലവിലെ ഏറ്റവും മികച്ച യുവപ്രതിഭകളിൽ ഒരാൾ താൻ തന്നെയാണെന്ന് പ്രകടനം കൊണ്ട് തെളിയിക്കുകയായിരുന്നു. ഓസ്ട്രേലിയക്കെതിരായ 1ാം ടെസ്റ്റിന്റെ 2ാം ഇന്നിംഗ്സിൽ ജയ്സ്വാൾ 2 സിക്സറുകൾ നേടിയ ആ സമയത്ത് തന്നെ ഈ കലണ്ടർ വർഷം അദ്ദേഹം നേടിയ സിക്സറുകളുടെ എണ്ണം 34 ആയി മാറിയിരുന്നു. 2014 ബ്രണ്ടൻ മക്കുലം നേടിയ 33 സിക്സറുകൾ എന്ന റെക്കോർഡാണ് ആ സമയത്ത് ജയ്സ്വാൾ പഴങ്കഥയാക്കിയത്. അതുപോലെ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ റെക്കോർഡ് കൂട്ടുകെട്ടാണ് യശസ്വി ജയ്സ്വാളും KL രാഹുലും ചേർന്ന് നടത്തിയത്. പേസിനെ കൈവിട്ട് സഹായിക്കുന്ന തുണയ്ക്കുന്ന ഈ പെർത്തിലെ പിച്ചിൽ 1ാം വിക്കറ്റിൽ 201 റൺസ് എന്ന കൂട്ടുകെട്ട് ഒരു സ്വപ്നതുല്യമായ നേട്ടം തന്നെയാണ്. അപ്പോൾ യശസ്വി ജയ്സ്വാളിന്റെ ആ ഒരു മാർച്ച്, അദ്ദേഹത്തിന്റെ കൺസിസ്റ്റൻസി, ഓസ്ട്രേലിയയിലും ബോളർമാരെ നേരിട്ട ആ ഒരു വിധം. യശസ്വി ജയ്സ്വാളിനെ നമുക്കറിയാം. അദ്ദേഹം ഇന്ത്യയുടെ അണ്ടർ 19 വേൾഡ് കപ്പ് ഹീറോ ആണ്.
നമുക്കറിയാം ഒരു ഘട്ടത്തിൽ യശസ്വി ജയ്സ്വാൾ 2020 സീസണിൽ IPL-ലാണ് അദ്ദേഹത്തിന്റെ പേര് ആദ്യമായി ഉയർന്നു വന്നത്. അന്ന് രാജസ്ഥാൻ റോയൽസിനായിട്ടാണ് അദ്ദേഹം അരങ്ങേറിയത്. ജയ്സ്വാൾ അന്ന് രാജസ്ഥാന് വേണ്ടി ആ സമയത്ത് നായകൻ സ്റ്റീവ് സ്മിത്തിനൊപ്പം ഓപ്പണറായി ഇറങ്ങുകയുണ്ടായി. ആ സമയം അണ്ടർ-19 ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് എടുത്ത താരമായിരുന്നു ജയ്സ്വാൾ. എന്നാൽ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം കയ്യടി നേടിയത് ആ വർഷം ആ സീസണിൽ കൃത്യമായ ഒരു തൊഴു കൈകൊണ്ടാണ്. കളി തുടങ്ങുന്നതിന് മുമ്പ് ചെന്നൈ നായകനും ഇതിഹാസ താരവുമായ മഹേന്ദ്ര സിംഗ് ധോണിയെ തൊഴു കൈയോടെ അഭിവാദനം ചെയ്യുന്ന ജയ്സ്വാളിന്റെ ആ ചിത്രം അന്ന് ഏറെ കയ്യടി നേടിയിരുന്നു 2020. ടോസ് ഇടുന്ന ആ സമയത്ത് ഇരു നായകരായ സ്റ്റീവ് സ്മിത്തും അതുപോലെ മഹേന്ദ്ര സിംഗ് ധോണിയും ക്രീസിന്റെ മധ്യത്തിലേക്ക് നടക്കുന്നതിനിടയിലാണ് ഈ സംഭവം നടക്കുന്നത്. തൊഴു കൈയോടെ മഹേന്ദ്ര സിംഗ് ധോണിയെ അഭിവാദനം ചെയ്ത ജയ്സ്വാളിനെ ധോണിയും വന്ന് ഹൃദ്യമായി അഭിവാദനം ചെയ്യുന്നു. സോഷ്യൽ മീഡിയ ആ സമയത്ത് ആ ഒരു രംഗങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. നമുക്കറിയാം യശസ്വി ജയ്സ്വാൾ ദുരിതങ്ങളെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ പൊരുതി തോൽപ്പിച്ചുകൊണ്ടാണ് യശസ്വി ജയ്സ്വാളിന്റെ ഒരു വരവ് എന്ന് നമുക്കറിയാം. ക്രിക്കറ്റിൽ ഭാഗ്യം പരീക്ഷിക്കാൻ UP-യിൽ നിന്നും മുംബൈയിലേക്ക് 11ാമത്തെ വയസ്സിലാണ് അദ്ദേഹം വണ്ടി കയറിയത്. കുഞ്ഞ് യശസ്വിയുടെ ആ ഒരു സമയത്തെ ചെലവുകൾ വഹിക്കാൻ പോലും അദ്ദേഹത്തിന്റെ പിതാവിന് ആ സമയത്ത് സാമ്പത്തികമായി കഴിവുണ്ടായിരുന്നില്ല. ചെലവിനുള്ള പണമുണ്ടാക്കാൻ യശസ്വി ജയ്സ്വാൾ ഒരു പാൽക്കടയിൽ ജോലി ചെയ്തത് ആ സമയത്ത് വാർത്തയായിരുന്നു. പരിശീലനത്തിന് ശേഷം തളർന്നുറങ്ങിയ അവനെ കടയുടമ പിന്നെയൊരിക്കൽ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ജോലിയിൽ നിന്നും പുറത്താക്കിയിരുന്നു ഒരു ദിനം. പിന്നീട് 3 വർഷം ഒരു ടെന്റായിരുന്നു അവന്റെ വീട്. പരിശീലനത്തിന് ശേഷം നിത്യച്ചെലവിനായി പാനിപ്പുരി വിൽക്കാൻ പോയിരുന്ന കഥയൊക്കെ ആ സമയത്ത് അദ്ദേഹം അരങ്ങേറിയ സമയത്ത് ചർച്ചയായിരുന്നു. ജീവിതത്തിന്റെ 2 അറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാനുള്ള യാത്രയായിരുന്നു ഒരു ഘട്ടത്തിൽ യശസ്വി ജയ്സ്വാളിന്റെ ആ കാലഘട്ടം. എങ്കിലും ജയ്സ്വാളിനെ പരുവപ്പെടുത്തിയത് ആ ഒരു കാലഘട്ടമായിരുന്നു. പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചത്. കോച്ച് ജ്വാല സിംഗിനെ കണ്ടുമുട്ടിയ ശേഷമാണ് ജയ്സ്വാൾ എന്ന താരം രൂപപ്പെടുന്നത്. ജയ്സ്വാളിന്റെ പ്രകടനത്തിൽ ഏറെ സന്തുഷ്ടനായിരുന്നു കോച്ചായ ജ്വാല. അദ്ദേഹം പിന്നീട് ഒരിക്കൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ അവനെ കാണുമ്പോൾ 11 അല്ലെങ്കിൽ 12 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ജയ്സ്വാളിന്റെ ബാറ്റിംഗ് എന്നെ ഒരുപാട് ആകർഷിക്കുകയുണ്ടായി. 1ാം ഡിവിഷൻ ബോളർമാർക്കെതിരെ പോലും അദ്ദേഹം മനോഹരമായി കളിച്ചിരുന്നു ആ സമയത്ത്. പിന്നീടെല്ലാം യശസ്വി ജയ്സ്വാളിന്റെ വഴിയെ വന്നത് നമ്മൾ കണ്ടതാണ്. സ്വപ്നങ്ങൾക്ക് വഴി അവരുടെ ടാലന്റും ലോകം അറിയുകയായിരുന്നു. 100 in Under-19 World Cup, 100 in Ranji Trophy, 100 in Irani Trophy, 100 in Duleep Trophy, 100 in Vijay Hazare Trophy, 100 in India A, 100 in IPL, 100 for India, and now 100 for India in Aussies. What a journey Yashasvi Jaiswal take a bow.